എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുത്തനൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കൊള്ളിക്കപ്പയാട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക്. കപ്പ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിന് പല നാട്ടിലും പല പേരിലായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് കൊള്ളിക്കപ്പ എന്ന് തന്നെയാണ്. അത് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം, അതുകൊണ്ട് തന്നെയാണ് അതിനങ്ങനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ആ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം നൂറ്റി കളഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാവേ. നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിക്കട്ടോ ആദ്യമേ. മട്ടൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടിച്ചിട്ടായിരുന്നു. അത്യാവശ്യം സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഒത്തിരി വേണ്ട, കാരണം നമ്മൾ മറ്റേ കപ്പയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. മൂപ്പിച്ചെടുക്കാം. നല്ല മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ എണ്ണ കൂടെ വെച്ചൊന്ന് വാട്ടിയെടുക്കും കേട്ടോ. ഇത് പക്ഷേ പെട്ടെന്ന് വാടി കിട്ടും. മിക്സി കൊടുക്കാവേ. അപ്പോൾ ആ എണ്ണ അടിക്കുമ്പോൾ ആ കളറൊക്കെ ഒന്ന് മാറി കിട്ടും, പെട്ടെന്ന് വാടുകയും ചെയ്യും. ഈ പുഴുങ്ങി വെച്ച കപ്പ ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
കപ്പ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇളക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഗ്രേവിയൊക്കെ കറക്റ്റ് കപ്പയിലേക്ക് പിടിച്ച് തന്നെ. ഇവിടെ കഴിക്കണമെങ്കിൽ കറിയായിട്ട് കഴിക്കണമെങ്കിൽ തന്നെ കറിയൊന്നും വേണ്ട. കാരണം നമ്മൾ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയി. കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഉള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും. ഇച്ചിരി മല്ലിയിലേക്ക് ഇടാൻ പറ്റുമെങ്കിൽ അടിപൊളിയായി. പക്ഷെ നമുക്ക് മല്ലിയില അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ കടുകിൻ്റെയൊക്കെ രുചി അതേപടി വന്നിട്ടുണ്ട്. പിന്നെ ആ മുളകിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. അടിപൊളിയാട്ടോ. ഉപ്പൊക്കെ ആണെങ്കിലും കറക്റ്റാണ്. എങ്ങനെയുണ്ടോ? അടിപൊളിയാ. ആ കടുകിൻ്റെ ഫ്ലേവർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അല്ല പിന്നെ ആവശ്യത്തിന് എരിവുണ്ട്. പിന്നെ ഈ മുളകൊക്കെ ഒന്ന് എടുത്ത് കടിക്കാം. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.